എവ്രിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നൊരു പുതിയ വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു വീഡിയോസ് ഒത്തിരി നാളുകൾക്ക് മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. പക്ഷേ എനിക്കിത് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് അതിനൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ കുറേ നല്ല കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ലൈഫിലുണ്ടായ ഒരു മനോഹരമായൊരു സംഭവത്തെ പറ്റിയും ഒക്കെയാണ് ഞാനിതിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ജീവിതത്തിൽ എനിക്ക് ഒത്തിരി അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, സന്തോഷകരമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിച്ച, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജനനം മുതൽ, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ഞാൻ നേടിയെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ എവിടെയൊക്കെ ഞാൻ എത്തിയെന്ന് പറഞ്ഞാലും എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എനിക്കൊരിക്കലും വർണ്ണിക്കാൻ പറ്റാത്തൊരു ദിവസവും കൂടെയായിരുന്നു ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. ആ ഒരു ദിവസത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടെയായിരുന്നു ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ എത്തിയപ്പോൾ ഉണ്ടായത്. അപ്പം ഞാനും എൻ്റെ കുഞ്ഞും പേരൻസും അതുപോലെ തന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള കുറച്ച് പേരും ഒക്കെ ആയിട്ട് ഞങ്ങൾ യാത്ര പോയി. ഹസ്ബൻഡിന് അന്ന് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് 2 സിസ്റ്റേഴ്സും അതുപോലെ തന്നെ 3 ബ്രദേഴ്സുമാണുള്ളത്. ആദ്യത്തെ സിസ്റ്റർ 5-6 വയസ്സുള്ളപ്പോൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായതാണ് എൻ്റെ വല്യമ്മ എന്ന് പറയുന്നത്. വല്യമ്മയും വല്യച്ഛനും ചർച്ചിൽ മിനിസ്ട്രി ചെയ്യുവാണ്. അപ്പോൾ അവരുടെ ലൈഫിലെ ഒരു 30 years ഓഫ് എഫേർട്ടാണ് ഈ ഒരു മനോഹരമായ ഒരു സന്ദർഭത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ദിവസത്തിലേക്ക് എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. വല്യമ്മയുടെ മാരേജിന് മുന്നേ തന്നെ വല്യച്ഛൻ ഇവിടെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നു. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഒത്തിരി ഒരു ഡെവലപ്മെൻ്റ് ഒന്നും എത്താത്തൊരു സ്ഥലമായിരുന്നു. മലയും കാടുകളും അതുപോലെ തന്നെ റബ്ബർ തോട്ടവും അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമായിരുന്നു. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണെന്നെങ്കിൽ പറയാം. കാരണം ഞങ്ങൾ അവധിക്കാലത്ത് എൻ്റെ ഒരു നൊസ്റ്റാൾജിക് പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ഈ വല്യമ്മയുടെ 2 മക്കളും ഞാനും ഒരേ ക്ലാസ്സിലാണ്. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. അങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് സ്കൂൾ നേരത്തെ അടയ്ക്കും. അങ്ങനെ വേനലവധിക്കാലത്ത് ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്നെ വല്യമ്മ കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് കളിച്ച് വളർന്നത്. അപ്പോൾ ആ ഒരു അവധിക്കാലം മുഴുവനും വല്യമ്മയുടെ ആ ഒരു സ്ഥലത്തായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഒരു ചർച്ചിലേക്കൊക്കെ ഞാൻ പോകുന്ന സമയത്തും അതുപോലെ തന്നെ വല്യമ്മയുടെ 2 മക്കളുമായിട്ട് ഞങ്ങൾ, അതായത് ബ്ലെസ്സി ആൻഡ് ജോബി, ഇവർ 2 പേരും സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് അവധിയായിരിക്കും. അപ്പോൾ ഞാനും ഇവരുടെ കൂടെ, എനിക്ക് വല്യമ്മ ടിഫിൻ ബോക്സ് ഒക്കെ തന്നുവിടും. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു 1st, 2nd, 3rd മുതൽ ഒരു 10th വരെയൊക്കെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ അവധിക്കാലങ്ങളിലൊക്കെ പോയി നിൽക്കുമായിരുന്നു. പിന്നെ ഒരു 7th ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വല്ലപ്പോഴും ആയിരിക്കും പോകുന്നത്. പക്ഷെ അതിന് മുന്നുള്ള സമയങ്ങളിലൊക്കെ ഞാൻ കൂടുതൽ അവിടെയായിരുന്നു സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ബ്ലെസ്സിയുടെ കൂടെയും ജോബിയുടെ കൂടെയൊക്കെ ഞങ്ങൾ ഞാൻ സ്കൂളിൽ പോകും. അപ്പോൾ അവരുടെ കൂടെ ക്ലാസ്സിലിരുന്ന് ഞാൻ പഠിക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു കുട്ടിക്കാലം പൊയ്ക്കൊണ്ടിരുന്നത്. ഞങ്ങൾ അവധിക്കാലം എത്തുമ്പോൾ, ഞങ്ങളുടെ സ്കൂൾ അവധി സ്കൂൾ അടച്ചു കഴിഞ്ഞ് ഒരു 1 month ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് സ്കൂൾ അടയ്ക്കുന്നത്. അപ്പോൾ അത്രയും ദിവസം ഞാനും സ്കൂളിൽ പോവും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നു. അങ്ങനെയാണ് ഞാൻ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്, ആദ്യം ഞാൻ കാണുന്ന സമയത്ത് ഇവിടെ എല്ലാം വീടുകൾ വളരെ കുറവാണ്. ഒരു കടയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ ഒന്നും അടുത്തില്ല. അതൊക്കെ ആണെങ്കിൽ നമ്മൾ നടന്ന് തന്നെ പോകണം. ബസ് വല്ലപ്പോഴും ആണുള്ളത് ആ സ്ഥലത്ത്. അത്രയും ഒരു ഡെവലപ്ഡ് അല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഇന്ന് കാണുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിച്ചതിൽ ഈ ഒരു കപ്പിൾസിന്, അതായത് എൻ്റെ വല്യച്ഛനും വല്യമ്മയ്ക്കും ഒരു പ്രധാന ഒരു പങ്ക് ഉണ്ടെന്ന് പറയാം. അത്രയും ഒരു മിഷനറി ഒരു പ്രവർത്തനമായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് വല്യമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ
ആ ഒരു വയറൊക്കെ വെച്ചിട്ടാണ് മലയൊക്കെ കയറി ഓരോ വീടുകളിലൊക്കെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ എല്ലാം അന്നത്തെ കാലത്ത് വല്യമ്മ നന്നായിട്ട് പഠിക്കുമായിരുന്നു, അമ്മയെ പോലെ തന്നെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ആ സമയത്ത് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ അഗ്രികൾച്ചറൊക്കെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മാത്സിലൊക്കെ ഭയങ്കര ബ്രില്യന്റ് ആയിരുന്നു. മാത്സിനൊക്കെ ട്യൂഷനൊക്കെ എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അമ്മ പറയുന്ന കേൾക്കാം, ഒത്തിരി ട്യൂഷൻസ് ഒക്കെ പിള്ളേരെ ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെ മാത്സ് ഒക്കെ ആയിരുന്നു ഏറ്റവും വല്യമ്മയുടെ ഇഷ്ടപ്പെട്ട സബ്ജക്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചർച്ചിലെ തന്നെ കുട്ടികളെ, ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ചർച്ചിലെ കുട്ടികൾ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന കുട്ടികളെ വല്യമ്മയാണ് അവർക്ക് എന്താണ് മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് അവരെ പഠിപ്പിച്ച്, അവരൊക്കെ എല്ലാവരും ഇപ്പോ നല്ല നിലയിലൊക്കെ പുറത്തൊക്കെ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവര്, കൂടുതൽ NRIs ഒക്കെയാണ് ഈ ചർച്ചിലെ കൂടുതലുള്ളത്. കാരണം അവരെല്ലാം ഒരു ലെവലിലേക്ക് എത്താനായിട്ട് അത്രയും ഒരു മോട്ടിവേഷൻ, ഒരു സപ്പോർട്ടും ഒക്കെ വല്യമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സ്വന്തം ലൈഫിനെ തന്നെ സമർപ്പിച്ചിട്ടാണ്, അത്രയും എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ ഒരു മിനിസ്ട്രിയിലേക്ക് പോകുന്നത്. അപ്പോ അത്രയും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ആ കുട്ടികളെല്ലാം നന്നായിട്ട് ട്യൂഷൻ എടുക്കുകയും പഠിപ്പിക്കുകയും അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും അവരുടെ അഡ്മിഷൻസിന് വേണ്ടിയിട്ടൊക്കെ പലയിടത്ത് പോയി അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരായിരുന്നു വല്യമ്മ വല്യച്ഛൻ എന്ന് പറയുന്നത്. ഇതാണ് വല്യമ്മയുടെ ഹസ്ബൻഡ്, വല്യച്ഛൻ ജോൺ എന്നാണ് പേര്. അപ്പോ ഒത്തിരി ശുശ്രൂഷയിലൊക്കെ ഒത്തിരി ഇതായിട്ട് നിന്നു. അപ്പൊ വല്യച്ഛന്റെ പേരൻസും ഈ ഒരു ചർച്ച് മിനിസ്ട്രിയാണ്. അവർക്കും അവരുടെ ബ്രദേഴ്സ് എല്ലാം ഈ ഒരു മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ജോലിയും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോ ഒരു ഇതാണ് മനോഹരമായ ചർച്ച്. ഈ ഒരു ചർച്ചിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ക്യാമറയിൽ കാണുന്നതിനപ്പുറമാണ്. അത്രയും മനോഹരമായിരുന്നു. ദൈവം അത്രമാത്രം അവരെ ആ ഒരു ലെവലിലേക്ക് നയിച്ചു. അവർക്ക് അതിനുള്ള ഒരു ഡെഡിക്കേഷനൊക്കെ കൊടുത്തു. ഉണ്ടായിരുന്ന ഒരു ഫാമിലിയിൽ നിന്ന് മരണങ്ങളൊക്കെ എപ്പോഴും നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവിടെയുള്ള ആൾക്കാരെ ഒരു വെളിച്ചത്തിലേക്ക് എത്തിക്കുന്നതിൽ ഈ ഒരു വല്യച്ഛനും വല്യമ്മയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ കുറേ എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അവരുടെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അത്രമാത്രം വലുതായിരുന്നു. അത് ആ ഒരു ജീസസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ അമ്മയുടെ മാരേജിന് ശേഷമാണ് എൻ്റെ വല്യമ്മയുടെ മാരേജ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ 2 കുഞ്ഞുങ്ങളും ഉണ്ടാവുന്ന സമയം മുതൽ തന്നെ അത്രമാത്രം എഫേർട്ട് ആ ഒരു ചേർച്ചിന് വേണ്ടി അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വല്യച്ഛന് ആ ഒരു വല്യമ്മയെ മാരേജ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് അവിടെ ഒരു മിനിസ്ട്രിയിലേക്കൊക്കെ എത്തുന്നത്. അത്രമാത്രം അവരുടെ എഫേർട്ട് ചെറുതല്ല. അതിൻ്റെ ഒരു സന്തോഷവും കൂടെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതിലെനിക്ക് ഭയങ്കര, ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരുന്നൊരു ദിവസം കൂടെ ആയിരുന്നു. കാരണം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. പക്ഷെ ഇതിനെല്ലാം അപ്പുറമായിട്ട് ഈ ഒരു ദിവസം ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു നൊസ്റ്റാൾജിക് എന്ന് പറയുമ്പോൾ നൊസ്റ്റാൾജിയ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ ലൈഫിൽ എൻ്റെ ജനനം മുതൽ ഇനി ഞാൻ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും എനിക്ക് എന്തൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും എനിക്ക് ഒരിക്കലും പകരം വെക്കാൻ പറ്റാത്തൊരു ദിവസത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ ഒരു ചേർച്ച് എന്ന് പറയുന്നത്. കാരണം ഞാൻ ജീസസിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കുന്നത് ഈ ഒരു ചേർച്ചിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. കാരണം അവിടെ പോകുന്ന സമയത്ത് ഈ വല്യമ്മ എടുക്കുന്ന എഫേർട്ടും അതുപോലെ തന്നെ ജീസസിനോടുള്ള ആ ഒരു സ്നേഹമൊക്കെ എനിക്ക് എനിക്ക് കൂടുതലായത് ഈ ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അത്രമാത്രം ഒരു വീര്യത്തോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നിട്ടും ഞാനിവിടെ ആ ഒരു ജീസസിനെ ഫോളോ ചെയ്യണം എന്നുള്ളൊരു ലെവലിലേക്ക് എൻ്റെ ഒരു തോട്ട് പോകുന്നത് തന്നെ. ആ ഒരു ജീസസിനെ എൻ്റെ ലൈഫിലേക്ക് സ്വീകരിക്കുന്ന ഒരു ബാപ്റ്റിസം ഡേയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയായിരുന്നു ഈ ഒരു ചർച്ചിലേക്കും അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയതിന് ശേഷം എനിക്കുണ്ടായ ഒരു ഫീൽ എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തെ ഒരു റീബേർത്ത് ചെയ്ത ഒരു ദിവസം കൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം എനിക്ക് എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും എല്ലാം ഭയങ്കര ഹാപ്പിയായ ഒരു ഡേയും കൂടെ ആയിരുന്നു. കാരണം ഞാനൊരു കാത്തലിക് ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത്. ആ സമയത്തും ഞാൻ എൻ്റെ ജീസസിനെ അങ്ങനെ എനിക്ക് അത്രയും
ആഴത്തിലൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഒരു ടൈം എത്തിയപ്പോൾ എൻ്റെ ഒരു 12ാമത്തെ വയസ്സിലാണ് ഞാൻ ജീസസിനെ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ അറിയുന്നത്, ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ആഴത്തിൽ അറിയുന്നത്. അന്ന് എനിക്കുണ്ടായ ഒരു സ്നേഹത്തിലേക്ക് എനിക്കിപ്പോൾ എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിൽ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതെൻ്റെ പേരൻസിനോ, എൻ്റെ എൻ്റെ ബ്രദേഴ്സിനോ, അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിനോ, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവർക്കോ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോ, എൻ്റെ കുഞ്ഞിനോ ആർക്കും തരാൻ പറ്റാത്തൊരു ഹാപ്പിനെസ് ആയിരുന്നു എനിക്കവിടെ കിട്ടിയിട്ടുള്ളത്. പക്ഷെ അന്ന് ഞാൻ എൻ്റെ ജീസസിനെ കൈ പിടിച്ചതിന് ശേഷം ഇന്ന് വരെ എനിക്ക് ആ കൈ വിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസവും കൂടെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കത് ഇവിടെ പറയണമെന്ന് തോന്നി. എൻ്റെ ഒരു ലൈഫ് ജേണി എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ, ഒരു ഫെയ്ത്തിൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്ത ഒരു ഇടവും കൂടെയാണ് ഈ ഒരു ചർച്ച് എന്ന് പറയുന്നത്. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ചർച്ച് കാണുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ആ ഒരു ഡെഡിക്കേഷൻ്റെ സമയത്ത്, ചർച്ച് ഡെഡിക്കേഷൻ്റെ സമയത്ത് വല്യച്ഛനും വല്യമ്മയും പറഞ്ഞ ആ ഒരു അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ അവർ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളത്. ആ ഒരു ചർച്ച അവിടെ വന്നതിന് ശേഷം, ആ ഒരു ലെവലിലേക്ക് എത്തിയതിനു ശേഷം ആ ഒരു പ്ലേസ് തന്നെ ഒന്ന് മാറി എന്നുള്ളതാണ്. ആ ഒരു പ്ലേസ് ഒരു പഴയ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് മാറി. അത്രമാത്രം ചേഞ്ച് ഉള്ള ഒരു പ്ലേസും, അതുപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള ആൾക്കാർക്കുണ്ടായ ചേഞ്ച്, അവരുടെ എല്ലാം ഏറ്റവും കൂടുതൽ NRIs ഒക്കെ ആയിട്ട് അവിടെ ഏറ്റവും കൂടുതലുള്ളൊരു പ്ലേസ് ആയിട്ട് ആ ഒരു ചർച്ച് മാറി എന്നുള്ളതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ആ ഒരു ജീസസിനെ ഞാനിവിടെ സ്നാനം എടുക്കുന്ന സമയത്ത് ഞങ്ങളൊരു തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ആറ് പോലെയുള്ളൊരു സ്ഥലത്താണ്, ഒത്തിരി ആഴമുള്ള ബോട്ടൊക്കെ ഇങ്ങനെ പോകുന്ന അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് എൻ്റെ ഒരു സ്നാനം നടക്കുന്നത്. ആ ഒരു സ്നാനം നടക്കുന്ന എൻ്റെ ഒരു +2 കാലഘട്ടത്തിലായിരുന്നു. ഞാൻ 17ാമത്തെ വയസ്സ്, ആ ഒരു സമയത്താണ് എൻ്റെ സ്നാനം നടക്കുന്നത്. അന്ന് സ്നാനം എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു എന്നെ ഇങ്ങനെ ജീസസ് ഒരു പൗരോഹിത്യത്തിലേക്ക് എന്നെ തിരഞ്ഞെടുക്കുന്നു ഒന്നും ഞാൻ വിചാരിച്ചില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഉണ്ടായിരുന്നില്ല. എനിക്ക് ജോലി ചെയ്ത് അങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോകണം എന്നുള്ളത് മാത്രമായിരുന്നു. പാട്ടിൻ്റെ ഫീൽഡിലേക്കോ അങ്ങനെയൊന്നും പോവാതെ ജോലിയിൽ അല്ലെങ്കിൽ പഠനത്തിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ലെവലായിരുന്നു. പക്ഷേ ആ ഒരു +2 കഴിഞ്ഞ സമയത്ത് എന്നെ അവിടെ നിന്ന് ദൈവം ഇങ്ങനെ പിടിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. നീ എനിക്കുള്ളതാണ്, എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് എന്നെ അവിടെ നിന്ന് ചൂസ് ചെയ്യുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ അമ്മയുടെ ഫാമിലി എന്ന് പറയുന്നത്, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ അവരുടെ പൂർവികരൊക്കെ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ വല്യമ്മയും ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നതും, അതുപോലെ തന്നെ ഒരുപാട് പീഡനങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് നിന്ദകൾ ഏറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്തിട്ട് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോയിട്ടാണ് വല്യമ്മ ഈ ഒരു ആ ഒരു പ്രീസ്റ്റ്ഹുഡിലേക്ക് നിൽക്കുന്നത് തന്നെ. അതിൻ്റെ ഒരു അടുത്തൊരു ലെവലിലേക്ക് ദൈവം എന്നെ ചൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ വണ്ടറായി പോയെന്ന് പറഞ്ഞാൽ ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ, അല്ലെങ്കിൽ ഒരു ഹിന്ദുസത്തിൽ നിന്ന് വന്ന ഒരു ഫാമിലിയിൽ നിന്ന് ഒരു 16ാമത്തെ ആളായിട്ടാണ് എന്നെ പ്രീസ്റ്റ്ഹുഡിലേക്ക് ദൈവം ചൂസ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം എനിക്ക് ആ ഒരു നമ്മുടെ ഫാമിലിയിൽ, ആ ഒരു വലിയ ഫാമിലിയിൽ 16ഓളം പേര് ഈ ഒരു ജീസസിനെ ഫോളോ ചെയ്ത്, ജീസസിൻ്റെ ഒരു പ്രീസ്റ്റ്ഹുഡിലേക്ക് ഫോളോ ചെയ്ത് പോകുന്നൊരു ലെവലിലേക്ക് എത്തുന്നതിന്, അതിൻ്റെ ഒരു പിന്തുടർച്ചയിലേക്ക് എനിക്കും വരാൻ പറ്റി എന്നുള്ളതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. അതുപോലെ തന്നെ അന്ന് എന്നെ ദൈവം ചൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ, എന്നെ ജീസസ് അവിടെ ചൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് സാധാരണ ഒരു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന സാധാരണ ഒരു ഫാമിലിയിൽ, സാധാരണ ഒരു കാത്തലിക് ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു ആളെ കല്യാണം കഴിച്ചോ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു ലെവലിലേക്ക് ഞാൻ പോയേനെ. പക്ഷെ ദൈവം അങ്ങനെ അല്ലായിരുന്നു എന്നെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്നത്. ഞാൻ ഇന്ന് കാണുന്ന എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവം എന്നെ ആ ഒരു ലെവലിലേക്ക് എന്നെ ചൂസ് ചെയ്തത് കൊണ്ടാണെന്നെങ്കിൽ പറയാം. ആ ഒരു ജീസസിനെ ഫോളോ ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മാരേജ് ലൈഫ് തിരഞ്ഞെടുക്കുന്നതും
അതുപോലെ തന്നെ ഇന്ന് കാണുന്നൊരു അവസ്ഥയിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ അത് ദൈവത്തിന്റെ പർപ്പസ് ആയിരുന്നു, എന്നെ കുറിച്ചുള്ള ഒരു ദൈവത്തിന്റെ പർപ്പസ് ആയിരുന്നു. അല്ലെങ്കിൽ ഞാനൊരു വേറൊരു തലത്തിലേക്ക് പോയേനെ. അന്നും അതുപോലെ തന്നെ ദൈവം എന്നെ പാടാനായിട്ടും അതുപോലെ തന്നെ പാട്ടുകളിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാനും ഒക്കെ എനിക്കൊരു അവസരം ഒരുക്കി എന്നുള്ളതാണ്. ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് എന്ന് ജീസസ് എന്നോട് പലപ്പോഴും പറയാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കാനും കർത്താവിൻ്റെ ആ സ്നേഹത്തെ അനുഭവിച്ചറിയാനും ഒക്കെ എനിക്ക് പലപ്പോഴും സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത് എന്നും എപ്പോഴും എനിക്കത് അനുഭവിക്കാൻ പറ്റാറുണ്ട്. ഒരു ദിവസം ഒരു നിമിഷമെങ്കിലും ആ ഒരു കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കരുതലും ഒക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റാറുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ചർച്ചും ഈ ഒരു സിറ്റുവേഷനും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അധികം ഹാപ്പിയാണ്. നമ്മൾ കർത്താവിന് വേണ്ടി കർത്താവിനെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടണം അല്ലെങ്കിൽ നമുക്കൊന്നും നേടണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ അല്ല. ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നിനക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നവരുടെ പോലും നമുക്കൊന്നും പറയാനില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു ഇന്നർ പീസ് ഉണ്ട്. ആ ഒരു ഇന്നർ പീസ് എനിക്ക് കർത്താവിനെ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അതിൽ കവിഞ്ഞ് എനിക്ക് ഈ ലോകത്ത് വേറെ ഒന്നും വേണ്ട. ഞാൻ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും ഞാൻ എന്തൊക്കെ അനുഭവിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് പുകഴാൻ എൻ്റെ കർത്താവിൻ്റെ സ്നേഹം അല്ലാതെ ഒന്നുമില്ല. ഇപ്പോൾ എന്തുവാണ്, കർത്താവിൻ്റെ ക്രൂശ് അല്ലാതെ ഈ ലോകത്ത് വേറെ ഒന്നും പുകഴാനില്ല. അപ്പൊ അതുമാത്രമാണ് ഞാൻ ഓരോ സിറ്റുവേഷനിലും ഇന്ന് കാണുന്ന ഓരോ ലെവലിലേക്കും എന്നെ പോകുന്നതിന് എന്നെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തത്. നീ അത് ചെയ്യ്, നീ ഇത് ചെയ്യ്, നീ ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് എന്നെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അദൃശ്യമായിട്ടുള്ളൊരു ശക്തി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അത് ആ ഒരു ജീസസിൻ്റെ ഒരു പ്യുവറായിട്ടുള്ളൊരു സ്നേഹമാണെന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവുമില്ല. എൻ്റെ ഓരോ സിറ്റുവേഷനിലും എൻ്റെ ഓരോ അപ്സ് ആൻഡ് ഡൗൺസിലും എല്ലാം ആ ഒരു സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാനത് പറയുന്നത്, അവിടേക്ക് ഞാൻ എത്തിപ്പെട്ടപ്പോൾ, അതായത് ഞാൻ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ ഇവിടെ ഈ ഒരു ചർച്ചിൻ്റെ ഈ ഒരു ഡെഡിക്കേഷനായിട്ട് ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ആ ദിവസം എനിക്ക് അതേപോലെ ഫീൽ ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു മനസ്സിനുണ്ടായ ഒരു സന്തോഷവും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരിക്കലും ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു ജാതിയോ അങ്ങനെയോ ഒന്നും ഞാൻ പറയാനല്ല ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് തീരാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു ക്രിസ്ത്യൻ ആണെന്ന് പറയാനോ അല്ലെങ്കിൽ ഞാൻ ഇന്ന മതത്തിൽപ്പെട്ട ആളാണെന്ന് പറയാനോ ഒന്നും എനിക്ക് ആഗ്രഹമേ ഇല്ല. കാരണം മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയതിൽ വെച്ച് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഏറ്റവും സ്നേഹിക്കുന്നതും എന്തുവാണ്, എന്നെ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നതും എൻ്റെ ജീസസ് മാത്രമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ജനനം മുതൽ എൻ്റെ മരണം വരെയും എനിക്ക് കിട്ടിയ എൻ്റെ പേരൻസിനെയും എൻ്റെ ബ്രദറിനെയും എൻ്റെ നല്ല കുറേ ഫ്രണ്ട്സിനെയും അതുപോലെ എൻ്റെ റിലേറ്റീവ്സിനെയും എൻ്റെ ഹസ്ബൻഡിനെയും എൻ്റെ കുഞ്ഞിനെയും ഒക്കെ ഞാൻ ഒത്തിരി നന്ദിയുള്ളതാണ്. പക്ഷെ അതിലേറ്റവും അധികമായിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ജീസസ് ആണ്. അപ്പോൾ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാനത് പറയുമ്പോൾ എനിക്കത് ഒത്തിരി അധികം സന്തോഷമുണ്ട്. പക്ഷെ എൻ്റെ ലൈഫ് ഞാൻ ആ ഒരു ഗൈഡൻസിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പല വിമർശനങ്ങളും എനിക്ക് നേരിട്ടിട്ടുണ്ടായിരുന്നു. നീ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, നീ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, നീ ബിസിനസ് ചെയ്യുന്നു, നീ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള പല ക്വസ്റ്റ്യൻസും വരാം. പക്ഷെ അതെല്ലാം ആ ഒരു ട്രൂ ഗൈഡൻസിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഞാൻ വളരെയധികം ഹാപ്പിയാണ്. എൻ്റെ ജീസസിൻ്റെ ആ ഒരു സ്നേഹത്തെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതിലും ആ ഒരു സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞതിൽ ഈ ലോകത്ത് എന്തൊക്കെ സ്വത്തുണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാൾ അപ്പുറമായിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ജീസസ് മാത്രമാണ്. മരണകരമായ സിറ്റുവേഷൻസ് വന്നാലും ചിലപ്പോൾ മരണത്തിന്റെ സിറ്റുവേഷൻ വരുമ്പോൾ പോലും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ പോലും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല.
പക്ഷെ ആ ഒരു സമയത്ത് പോലും നമ്മുടെ മരണം വരെയും അല്ലെങ്കിൽ നമ്മുടെ മരണത്തിനപ്പുറവും നമ്മുടെ കൂടെ വരാൻ പറ്റുന്ന ഒരു ഡിവൈൻ പവർ എന്ന് പറയുന്നത് ജീസസ് തന്നെയാണ്. ആ ഒരു സ്നേഹത്തെ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല എന്നുള്ളത് എൻ്റെ ലൈഫ് കൊണ്ട് തന്നെ ഞാൻ അത് ഉറപ്പിച്ചു പറയുവാണ്. പക്ഷേ ഇത് ഒരു ഒരു സമാധാനത്തിൻ്റെ ഒരു പാതയാണ്, ഒരു സമാധാനപൂർണമായൊരു ജീവിതം, ഒരു ക്ഷമയുടെയും സമാധാനത്തിൻ്റെയാണ്. നമുക്ക് പല കാര്യങ്ങളും, നമുക്ക് വേദനാജനകമായ സിറ്റുവേഷൻസ് വരാം, നമ്മളെ വേദനിപ്പിക്കുന്നവർ വരാം, നമ്മളെ ദ്രോഹിച്ചവരുണ്ടാവും. പക്ഷെ അവരോടെല്ലാം ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെ ഗൈഡ് ചെയ്യുന്ന, നമ്മളെ നമ്മളെ ഫൊർഗീവ് ചെയ്യാൻ പഠിപ്പിക്കുന്ന എന്നെ വേദനിപ്പിച്ച ഒത്തിരി പേര് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു, അവരോട് എനിക്ക് മിണ്ടണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി ഒരിക്കലും സംസാരിക്കത്തില്ല, മിണ്ടത്തില്ല എന്ന് തോന്നിയ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ആരെയും ദ്രോഹിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ചില വ്യക്തികളുണ്ടാവും, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ചില വ്യക്തികളുണ്ടാവും. പക്ഷെ നമ്മുടെ ജീസസ് പറയുന്നത് അവരോടെല്ലാം ഫൊർഗീവ് ചെയ്യുക, അവരോടെല്ലാം ക്ഷമിക്കുക. അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അതുകൊണ്ട് അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആ ഒരു സന്ദേശം കൂടെയാണ് എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പുതിയ വ്ലോഗുമായിട്ട് വീണ്ടും കാണാം, പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി സൺഡേ. ഗോഡ് ബ്ലെസ് യു. ബൈ.